ഈ വീഡിയോയിൽ കുറേ സമഗ്രമായ വാർത്തകളാണ്. അതായത് സുഡാനിൽ സംഭവിച്ചത്, അതേപോലെ സൗത്ത് കൊറിയ, ജപ്പാൻ, ഇസ്രായേൽ, അമേരിക്കയുടെ താരിഫുമായിട്ടുള്ള വിഷയം എല്ലാം കൂടെ ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് തന്നെ വരുന്ന 19-ാം തീയതിയാണ് അടുത്ത ഘട്ട ചർച്ച ഇറാനുമായിട്ട്, ഇറാൻ അമേരിക്ക മീഡിയേഷൻ ചർച്ച. ഇതിനകത്ത് ഇവർ രണ്ടുപേരും എന്ത് സംസാരിച്ചു എന്നുള്ളതിലുപരിയായിട്ട് ഡയറക്റ്റ് ടോക്ക്, ഇൻഡയറക്റ്റ് ടോക്ക്, ഇതാണ് ഗ്ലോബൽ ചർച്ച. അതിലുപരിയായിട്ട് ഇതിനകത്ത് എന്ത് സംസാരിച്ചു എന്നുള്ളതിന്റെ കാതലായ വിഷയം ഇതുവരെ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കാം. അതുപോലെ 2-3 സാങ്ഷൻസിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ജപ്പാൻ, നോർത്ത് കൊറിയ ഇവർ തമ്മിൽ പണ്ടേ എക്കണോമിക് സാങ്ഷൻസ് ഉള്ളതാണ്. ജപ്പാൻ നോർത്ത് കൊറിയയ്ക്ക് എക്കണോമിക് സാങ്ഷൻസ് പണ്ടേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 വർഷത്തേക്ക് കൂടെ നീട്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക റഷ്യയുടെ മേലുള്ള സാങ്ഷൻസ് 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഒരു രീതിയിലുള്ള പുരോഗതിയും ഉണ്ടാവാത്തത് കൊണ്ടാണ് ഈ ഒരു സാങ്ഷൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തത് എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്റ്റീവ് വിറ്റ്കോഫിനെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് വാർത്ത പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു യുദ്ധ കുറ്റവാളിയെ പോയി നിങ്ങൾ കാണുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ്? ഈ ഒരു സമാധാനം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യുദ്ധ കുറ്റവാളിയെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടക്കാതെ ഉക്രൈനെ ഇൻവോൾവ് ചെയ്യാണ്ട് നിങ്ങൾ സ്വമേധയാ പോയി സംസാരിച്ചുകൊണ്ട് വരുന്നതിന്റെ കാര്യം എന്താണ് എന്നുള്ളതാണ് ഉക്രൈനിലെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിലുപരിയായിട്ട് അമേരിക്ക, റഷ്യ രണ്ട് ഇൻഡിവിജ്വൽ രാജ്യങ്ങളാണ്. അവർക്ക് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെയും വിഷയങ്ങൾ സംസാരിക്കാനുണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള കാഴ്ചപ്പാട് സെലൻസ്കിക്കും കൂടി വേണ്ടിയുള്ളതാണ്. ശരിക്കും അവർ പറഞ്ഞിട്ടില്ല. സ്റ്റീവ് വിറ്റ്കോഫ് ഇതുവരെ അവരുടെ വിസിറ്റിനെ കുറിച്ചുള്ള ഒരു കമന്റും ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. നമുക്കറിയാൻ കഴിഞ്ഞത് റഷ്യയുടെ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച നടത്തിയതായിട്ടാണ് പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത്. അതിലുപരിയായിട്ട് ഒഫീഷ്യലി വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റീവ് വിറ്റ്കോഫിന്റെ റഷ്യ പുടിൻ ആ ഒരു മീറ്റിങ്ങിനെ ചൊല്ലി ഒരു രീതിയിലുള്ള ഉക്രൈനെ കുറിച്ചുള്ള പരാമർശങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെയാണ് ഉക്രൈനിലെ സെലൻസ്കി എപ്പോഴും ഇങ്ങനെ വിടുവായിത്തരം പെട്ടെന്ന് വിളിച്ച് പറയുന്നത്. കാരണം പുള്ളി ഇമോഷണലി പറയുന്നത് സുമി റീജിയനിൽ ഇന്നലെ റഷ്യ അതികഠിനമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് ഏതാണ്ട് 20-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിൽ രണ്ടുപേരും തന്നെ ഈ ഒരു സീസ് ഫയർ ലംഘനം, അതായത് എനർജി സെക്ടറിൽ ആക്രമണം നടത്തില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞിരുന്നത്. പക്ഷേ രണ്ടുപേരും മാറി മാറി എനർജി സെക്ടറുകളിൽ ആക്രമണം നടത്തി ആ ഒരു സീസ് ഫയർ വളരെ വിജയകരമായി വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അമേരിക്ക ഒരു രീതിയിലും മിണ്ടാട്ടം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അമേരിക്ക എത്ര ശ്രമിച്ചാലും ഇതിനകത്ത് രണ്ടുപേരും മാറി മാറി എനർജി എങ്കിൽ എനർജി, ഇനിയിപ്പം ബ്ലാക്ക് സീയിലുള്ള ആ ഒരു സീസ് ഫയറിംഗ് കൂടെ ലംഘിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വഴിയാണ് സെലൻസ്കി നോക്കി കാണുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ബ്ലാക്ക് സീ ത്രൂ റഷ്യ അവരുടെ സ്റ്റോക്ക് പൈൽസ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം. എന്തായാലും രണ്ടുപേർക്കും 2 തരത്തിലുള്ള വാർ ടാക്ടിക്സ് ഉണ്ട്. അപ്പൊ അതവര് അതിശക്തമായിട്ട് തന്നെ രണ്ടുപേരും കൂടെ മുന്നോട്ട് പോവാണ്. പക്ഷെ എന്നാലും കൂടുതൽ സ്ഥലം റഷ്യ തന്നെയാണ് കയറി പിടിക്കുന്നത്. അതാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അമേരിക്ക ഇറാന്റെ മേളിലുള്ള ആ ഒരു സാങ്ഷൻസും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ആദ്യഘട്ട ചർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇറാൻ ചോദിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഒരു ന്യൂക്ലിയർ പവറും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവാൻ പാടില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇല്ല എന്നുള്ളത് അമേരിക്ക ഉറപ്പുവരുത്തണം എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നത് ഈ ഒരു ചർച്ച പരാജയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതായത് 19-ാം തീയതി തന്നെ ഇത് പൊട്ടും എന്നാണ് തോന്നുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാട് എന്താണ്? ഇസ്രായേലിനെതിരെ ഏതെങ്കിലും വിധേന അമേരിക്കയുടെ ഉള്ളിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്ന ഒറ്റ മനുഷ്യന്മാരെ പോലെ അവിടെ വെച്ച് പൊറപ്പിക്കുന്നില്ല. ആ രീതിയിലാണ് അവിടെ നിന്ന് പിടിച്ചു കെട്ടി തൂത്തുപറക്കി വെളിയിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും രണ്ടിനെയും ഒരുപോലെ എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ അവരുമായിട്ടുള്ള ചർച്ച എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇത് പരാജയപ്പെടാതെ മുന്നോട്ട് പോകാൻ പോകുന്നത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇത് എന്റെ ഉള്ളിൽ ഇവര് ചർച്ച പ്രഖ്യാപിച്ച ആ ഒരു ദിവസം തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു താൽക്കാലിക കരാർ എന്നുള്ള രീതിയിലൊക്കെ ഇവർ മുന്നോട്ട് വരുന്നത്. പക്ഷേ ഇതിന്റെ കാതലായ വിഷയം നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വേറെ ഒരു രാജ്യത്തിന്റെയും കയ്യിൽ അണുവായുധം ഉണ്ടാവാൻ പാടില്ല എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും അംഗീകരിക്കാനും അതിനെ ഒരു രീതിയിലും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനും അമേരിക്കയ്ക്ക് ഒരു പരിധിക്ക് കൂടുതൽ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ USA പറയുന്നത് കേൾക്കാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിർദ്ദേശം ഇറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ച പരാജയപ്പെടും. ഈ ഒരു നിർദ്ദേശം ഇറാൻ വെക്കുന്നില്ല. മറ്റു പല കാര്യങ്ങളുമായിട്ട് ഇറാന്റേതായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ്, അവരുടെ ഓയിൽ ട്രേഡിംഗ്, അവരുടെ സാങ്ഷൻസ് ഒക്കെ മാറ്റുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇറാൻ സംസാരിക്കുന്നത് എങ്കിൽ ഈ ചർച്ചയ്ക്ക് ഒരു 25% ഹോപ്പ് ഉണ്ട്. ഇതിനൊരു ഡീൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ നിലവിൽ വരുന്ന ഒരു വാർത്ത അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ അമേരിക്ക കൂടുതൽ വഷളാകുന്ന ഒരു ഏർപ്പാട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് കാണാൻ കഴിയുന്നത്.
അങ്ങനെ 19-ാം തീയതി ഒരു ഡീൽ ആവുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു ചർച്ച കഴിഞ്ഞ പാടെ ആയത്തുൽ ഖമനേയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവരുടെ മിലിറ്ററി IRGCയിലെ കംപ്ലീറ്റ് ആൾക്കാരെയും വിളിച്ചുകൂട്ടി, ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഒരു മിലിറ്ററി ഗോഡൌൺസ് ആണ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാനും അവരുടെ ഡിഫൻസ് മേഖല കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് ഇറാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഈ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ലബോറട്ടറികളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്, അതായത് അതും കൂടുതൽ നവീകരിക്കുകയാണ്. അവർ അവകാശപ്പെടുന്നത് അവർ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാരണം മുൻനിർത്തിക്കൊണ്ട് നവീകരിച്ചിട്ട് അവർ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യാൻ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ 5.6 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തുന്ന ഭൂചലനം മ്യാൻമറിൽ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മ്യാൻമറിൽ മാത്രമല്ല കിർഗിസ്ഥാൻ മേഖലയിലും ഒരു ഭൂചലനം രേഖപ്പെടുത്തിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഭൂചലനം ഈ രീതിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നാലും മ്യാൻമറിലെ മിലിറ്ററി പൊതുജനങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിലെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള വിഷയം. കാരണം ഒരു സൈഡിൽ ഭൂചലനത്തിൽ കഷ്ടപ്പെട്ട ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ തന്നെ മിലിറ്ററി വീണ്ടും ഒരു ഭൂചലനമായിട്ട് അവരുടെ മേളിൽ പെയ്തിറങ്ങുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ചൈനയുടെ പ്രേരണയാണ്. കാരണം ചൈനയ്ക്ക് ബംഗാൾ ഓഷനിലോ ഇന്ത്യൻ ഓഷനിലോ ഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ മ്യാൻമറിന്റെ ഭാഗം ചൈന കയറി പിടിച്ച് അവരുടെ ഒരു ഇൻഫ്ലുവൻസിൽ നിലനിർത്തി വെച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതിലെ ഒരു ഓപ്പണിംഗ് കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് അങ്ങനെയാണെങ്കിൽ ബംഗാൾ ഓഷനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് എൻട്രി കിട്ടും. അപ്പൊ ഈ രീതിയിൽ പല രീതിയിലും ചൈന ചിന്തിക്കുന്നുണ്ട്. എല്ലാം തന്നെ ചൈനയുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കണക്ടിവിറ്റി കംപ്ലീറ്റ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യ അവർക്കൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്ത്യയാണ് ഇന്ത്യൻ ഓഷനിൽ കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ചൈനയ്ക്ക് ഏറ്റവും വലിയൊരു തലവേദന ഉണ്ടാക്കുന്നത്. അടുത്തത് നമ്മൾ ഇസ്രായേൽ ഗാസ വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഗാസയിൽ ഈ റഫ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്തിട്ട് 2 ദിവസമായി. ഇന്നലെയും ഇസ്രായേൽ ഇതിനെക്കുറിച്ചുള്ള വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും റിപ്പീറ്റഡ്ലി അത് പറഞ്ഞിട്ടുണ്ട്, ഗാസ ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേലിന്റെ കൺട്രോളിൽ വന്നിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ അതായത് റഫ ബോർഡർ എന്ന് പറഞ്ഞ സാധനം ഇനി ഇല്ല. അതാണ് ഇതിനകത്ത് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഒരു അറബ് രാജ്യങ്ങളോ ഈജിപ്റ്റോ ഖത്തറോ ജോർദാനോ ഒരു ലോകരാജ്യങ്ങളും തന്നെ ഇതിനെക്കുറിച്ച് കമ എന്ന് പറഞ്ഞൊരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഇനി മിണ്ടുമെന്ന് തോന്നുന്നുമില്ല. ആ രീതിയിലാണ് ഇപ്പൊ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു അറബ് രാജ്യങ്ങളുടെ ഒരു ചേരിതിരിവ് അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജോർദാൻ ആയാലും ഈജിപ്റ്റ് ആയാലും ഇവരെല്ലാം തന്നെ ഒരു പരിധി വരെ, അതായത് ഈ ഒരു 2023 ഈ ഹമാസിന്റെ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇസ്രായേലുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ്, ബിസിനസ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകൾ വെച്ച് പുലർത്തിയുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ അവർ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇതിന്റെ ഇടയിൽ കയറിപ്പെട്ട് ഈ ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ജീവിക്കണം എന്ന് വരെ ചിന്തിച്ചാൽ നമുക്ക് അതിശയപ്പെടേണ്ടതില്ല. കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒറ്റ മനുഷ്യന്മാരും വേണ്ടിയിട്ടില്ല ഇതുവരെ. 2 ദിവസമായി ഗാസയിൽ റഫ നിശ്ചലമായിട്ട്. ഇത് കൂടുതൽ ഇസ്രായേലിന് ശക്തി പകരുന്നുണ്ട്. അത് ഇസ്രായേൽ വീണ്ടും കൂടുതൽ സിറ്റികൾ, ഇനിയിപ്പോ കാൻയൂനിസ് ഉൾപ്പെടെ ഇനി ഓരോ സിറ്റികളായിട്ട് ഇസ്രായേൽ കീഴടക്കും എന്നാണ് പൊതുവിൽ വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏത് രാജ്യം മുന്നോട്ട് വന്നാലും ഇസ്രായേൽ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യമേ ഉള്ളൂ, ബന്ദികളെ വിടാൻ പറയുന്നു. കാരണം ഈ ഒരു 50-59 ബന്ദികളെ അവർ വെച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ഹമാസ്. 10-30ഓളം ആൾക്കാർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തൽ. പക്ഷേ ഇസ്രായേൽ വിചാരിക്കുന്നത് ഒരു 10-11 ആൾക്കാർ ഒരു പക്ഷേ ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അതിൽ കൂടുതൽ പോസിബിലിറ്റീസ് ഇല്ല എന്നാണ് ഇസ്രായേലിന്റെ സൈഡിലുള്ള ആ ഒരു നിഗമനം. ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു 50-59 പേരെ മാത്രം പിടിച്ചു വെച്ചുകൊണ്ട് ഏതാണ്ട് ഇതുവരെ 55,000-ലധികം ആൾക്കാർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? കാരണം വിത്തൗട്ട് റഫ എന്ന് പറഞ്ഞാൽ ഗാസ നത്തിങ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആകെയുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഈ റഫ എന്ന് പറയുന്നത്. ഈജിപ്തുമായിട്ട് കിടക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഒരു സൈഡിൽ കടല്, മറ്റുള്ള 2 ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ ബോർഡറാണ്. അതിനുള്ളിൽ എവിടെയും പോകാൻ കഴിയില്ല. ആകെ കൂടെ ഉള്ള ഒരു ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ പിന്നെ റഫയാണ്. ഈ റഫ വഴി മാത്രമാണ് ഈജിപ്തിലേക്ക് അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പൊ അതും അടഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഞാനൊരു മാപ്പ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഈ മാപ്പിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് നെറ്റ്സരീം കോറിഡോർ എന്ന് പറഞ്ഞത് ഏതാണ്ട് 6 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഏരിയ. അത് മൊത്തത്തിൽ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അതിനകത്ത് ജനങ്ങൾക്ക് കയറി പോകാനുള്ള പെർമിഷൻ ഇല്ല. അതുപോലെ തന്നെ സദൻ ഗാസ ഭാഗത്ത് ജബാലിയ വരെയുള്ള ഭാഗം, അതായത് നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് ചേർന്ന് കിടക്കുന്ന സദൻ ഗാസയുടെ ഭാഗത്ത് ജബാലിയ വരെയുള്ള ഭാഗം, ആ ഭാഗത്ത് കംപ്ലീറ്റ് ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അവിടെയും ഇപ്പം ഗാസക്കാർക്ക് ഒരു രീതിയിലുള്ള പെർമിഷനും അവിടെ പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പം ഇങ്ങറ്റത്ത് നോർത്തേൺ ഗാസ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റഫ ബോർഡർ ഉൾപ്പെടെ റഫ സിറ്റി ഉൾപ്പെടെ മൊത്തത്തിൽ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കി, ഇതിനകത്ത് തന്നെ ഇനി 2 കോറിഡോർ ഉണ്ട്. ഇതിലുപരിയായിട്ട് സറൗണ്ടിങ്ങിൽ ഗാസയുടെ സറൗണ്ടിങ്ങിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ വിസ്തീർണത്തിൽ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഗാസ എവിടെ, ഇനി എത്ര ഉണ്ട് സ്ഥലം? അതിനകത്ത് തന്നെ ഉള്ളിൽ മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്സ് ആണ് മൊത്തത്തിലുള്ളത്. ഇതിന്റെ ഉള്ളിലാണ് ഈ ആൾക്കാർ ടെന്റ് അടിച്ച്
പല രീതിയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാലിന്യമാണെന്നാണ് പറയുന്നത്. കാരണം അവിടെ നിന്ന് വണ്ടികൾ ഇപ്പൊ കുറെ നാൾ ഇപ്പൊ അതായത് ട്രക്കുകളോ ഒരു രീതിയിലുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കടന്നു പോകുന്നില്ല. 7 ട്രക്കുകൾ ഉൾപ്പെടെ എല്ലാം നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേസ്റ്റ് എടുത്തുകൊണ്ട് വെളിയിൽ കൊണ്ട് കളയാനുള്ള ഫെസിലിറ്റീസ് പോലും ഇപ്പൊ ഇല്ലാതെ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഗാസയ്ക്കുള്ളില് മാലിന്യങ്ങളുടെ അഴുകിയ സ്മെല്ല് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് അൺഹൈജീനിക് ആണ്. പല രീതിയിലുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇപ്പം നിലവിലെ വാർത്തകൾ പുറത്തു വരുന്നത്. UNRWA പറഞ്ഞിരിക്കുന്നത് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് അവിടെ ഇനി സർവീസ് നടത്താൻ കഴിയില്ല. ഇനി ഒരു 4-5 ദിവസം കൂടെ ഈ ഒരു 7 ട്രക്കുകൾ നിർത്തിക്കഴിഞ്ഞാൽ UNRWAക്ക് ഉള്ളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് UNRWA തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഈ UNRWAയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബന്ദികളെ വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ലൈൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ഹജ്ജ് നടത്താൻ പോയിട്ട് ഇങ്ങനെ ചാടി നിന്ന് വിസയില്ലാതെ നിൽക്കുന്ന ആൾക്കാരിൽ ഒരു 8,000 ആൾക്കാരെ സൗദി അറേബ്യ പിടിച്ചിട്ടുണ്ട്. അവരെ മൊത്തം ഡീപ്പോർട്ട് ചെയ്യാണ്. വിവിധ രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കാർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് 14 രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് സൗദി അറേബ്യ വിസ നിരോധിച്ചത്. അതിനകത്ത് ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഈ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വിസ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ സ്റ്റോപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ വിഷയം. 8,000 ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാണ്. ഇതിൽ പ്രധാനമായിട്ടും ആൾക്കാർ ഈ ഒരു ഹജ്ജിന് വന്നിട്ട് അവിടെ ഹജ്ജ് കർമ്മം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് കയറി പോയില്ല. അതായത് സൗദി അറേബ്യയിൽ എന്തെങ്കിലുമൊക്കെ ചാടി നിന്ന് ജോലിയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ കുറെ ഭിക്ഷാടകരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലുള്ള ആൾക്കാരാണ്. അതും സൗദി അറേബ്യ ഇതിനകത്ത് വളരെ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും പല ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓണേഴ്സ് എല്ലാം തന്നെ പറയുന്നത് എൻഡ് ഓഫ് ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻഡ് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ഈ ഒരു താരിഫ് പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള സ്ഥിരതയില്ലാത്ത സർക്കാരിന്റെ പെരുമാറ്റമാണെന്നാണ് ഈ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അമേരിക്കയുടെ ഉള്ളിൽ ഒരു പരാതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരാതി മാത്രമല്ല, അവരുടെ ഒരു കൺസേൺ ആണ്. ആ കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് അതായത് ഇപ്പൊ ഒരു കമ്പനിയുടെ ഒരു ഷിപ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 20 ഫുട്ട് കണ്ടെയ്നർ ഒരു കമ്പനിയുടെ ഷിപ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ കുറെ ടൈം എടുക്കുമല്ലോ, ഒരുപാട് ദിവസങ്ങൾ എടുക്കും അത് അമേരിക്കയുടെ പോർട്ടിൽ എത്തിപ്പെടാൻ. അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തെ പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ ആ 2 ആഴ്ചക്കുള്ളിൽ 10, 20, 30 തവണയാണ് ഈ ഒരു താരിഫിന്റെ അനൗൺസ്മെന്റും ഈ പ്രഖ്യാപനങ്ങളും താരിഫ് വിഡ്രോവലും പിന്നെ ഇംപ്ലിമെന്റേഷനും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു ബിസിനസ്സുകാരെ നല്ല രീതിയിൽ ക്ഷീണത്തിലാക്കിയിട്ടുണ്ട്. താരിഫ് ഇമ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ പല ഷിപ്മെന്റ്സും കസ്റ്റംസിൽ കെട്ടിക്കിടക്കാണ്. കസ്റ്റംസിൽ കെട്ടിക്കിടക്കാന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കുന്നില്ലല്ലോ. ഓരോ ദിവസം അവിടെ ഹോൾട്ട് ചെയ്യുമ്പോഴും ഓരോ ദിവസം ഇത് കസ്റ്റംസിൽ ഇങ്ങനെ കിടക്കുമ്പോഴും ആ ഒരു ഡേയുടെ ഫീ ഉണ്ട്, ചാർജ്. അതും കൂടിയാണ് ഈ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പേ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ തന്നെ അവരുടെ മേലിൽ അധികമായിട്ടുള്ള ഭാരം കൊണ്ടുവരികയാണ്. അതാണ് അവരുടെയൊക്കെ കൺസേൺ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു എൻഡ് ഓഫ് ഡേ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഈ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അമേരിക്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ റഷ്യ ഓൾറെഡി തന്നെ LGBTQ++ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ നിരോധിച്ചിരിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾ ആണായിട്ട് മാറുക, ഇല്ലെങ്കിൽ പെണ്ണായിട്ട് മാറുക. അതിനുള്ള സർജറിയും അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണോ അതങ്ങ് ചെയ്യുക. അല്ലാതെ ഇടപെട്ട തരത്തിലുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് റഷ്യയുടെ തീരുമാനം. ഇതേ പോളിസിയാണ് അമേരിക്കയിൽ ട്രംപും കൊണ്ടുവന്നത്. അപ്പൊ അത് ഗവൺമെന്റ് ജോലിക്ക് മാത്രമായിട്ട് ആ ഒരു പരിമിതിയിൽ തന്നെ ഒതുക്കി നിർത്തുകയാണ് ചെയ്തത്. കാരണം അമേരിക്ക പോലെ രാജ്യത്തിന് ഈ ഒരു നിയമമൊക്കെ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ള വിഷയമല്ലാത്തത് കൊണ്ടാണ്. അതിലുപരിയായിട്ട് ഇപ്പൊ ഹംഗറി പറഞ്ഞിരിക്കുന്നത് ഇവിടെയും മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ LGBTQ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഇല്ല എന്നാണ് ഹംഗറി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെന്റോ എന്തെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് ഒന്നെങ്കിൽ ആണായിട്ട് മാറുക, ഇല്ലെങ്കിൽ പെണ്ണായിട്ട് മാറുക. അതിലുപരിയായിട്ട് നിങ്ങൾ ഇങ്ങനെ LGBTQ++ ആയിട്ട് അങ്ങനെ നിൽക്കണ്ട എന്നാണ് ഹംഗറിയുടെയും തീരുമാനം. വരും ദിവസങ്ങളിൽ ഒരുപാട് രാജ്യങ്ങൾ ഈ തീരുമാനത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഗാസ വിഷയത്തിലായിക്കോട്ടെ, ശരിക്കും എർദോഗനാണ് ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് സൗണ്ട് കൂടുതൽ ഉയർത്തുന്നത്. എപ്പോഴും പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിടുന്നത്. അപ്പൊ ഇത്തവണ പുള്ളിക്ക് അങ്ങനെ ആ രീതിയിൽ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, എർദോഗനെതിരെ തുർക്കിയിൽ പ്രൊട്ടസ്റ്റ് അതിശക്തമാണ്. അതായത് യുവാക്കളുടെ ഒരു നിര തന്നെ എർദോഗനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ അതിശക്തമായിട്ടുള്ള പ്രകടനങ്ങളാണ് തുർക്കി ഒട്ടാകെ നടക്കുന്നത്. അപ്പൊ തയ്യിബ് എർദോഗന്റെ ഒരു അവസാന ഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അധിക നാൾ ഇതേ രീതിയിൽ തുർക്കിയിൽ തയ്യിബ് എർദോഗന് തുടരാൻ കഴിയില്ല എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് തയ്യിബ് എർദോഗൻ കുറച്ച് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ആയിക്കോട്ടെ പല രീതിയിലും പുള്ളി കുറച്ച് ബാക്കിലോട്ടാണ് ഇപ്പം. യൂറോപ്യൻ യൂണിയനിൽ കൊസോവ എന്ന് പറഞ്ഞ ഒരു രാജ്യം തുർക്കിയെ അനുകൂലിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനിൽ തുർക്കിയെ എടുക്കണം എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൊസോവയിലെ പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത്. ഈ കൊസോവ എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഈ കൊസോവ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളൊക്കെ കിടക്കുന്നത്.
ഈ കൊസോവോയുടെ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ തുർക്കിയെ യൂറോപ്യൻ യൂണിയനിൽ മെമ്പർ ആക്കണം എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ യൂറോപ്യൻ യൂണിയനിൽ പല ആൾക്കാരും ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുമോ വിയോജിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അമേരിക്കയുടെ ഉള്ളിൽ ഈ ഒരു 20 ബില്യൺ വർത്ത് വരുന്ന സ്പെയർ പാർട്സിന്റെ കരാറൊക്കെ തയ്യബ് എർദോഗൻ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് തന്നെ ഈ ഒരു സാങ്ഷൻസ്, അതായത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് S-400 മേടിച്ചതിന്റെ ആ ഒരു സാങ്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ സുഡാനിൽ ഞാനിത് കാണിക്കുന്ന മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനകത്ത് വൈറ്റ് കളറിൽ കാണുന്നത് മൊത്തം സുഡാനിന്റെ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇതിനകത്ത് RSF എന്ന് പറഞ്ഞ ആ ഒരു റിബൽ ഗ്രൂപ്പുമായിട്ടുള്ള ആ ഒരു സംഘടന കയ്യിൽ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതിലുപരിയായിട്ട് ഇപ്പൊ ഞാൻ രണ്ടാമതൊരു മാപ്പ് കാണിക്കാം, അതും കൂടെ നോക്കിക്കോ. അപ്പൊ ഇതിനകത്ത് ഈ ഗ്രീൻ കളർ കാണുന്നില്ലേ, ഈ ഗ്രീൻ കളർ അതായത് പണ്ട് വൈറ്റ് റെഡ് ബ്ലൂ ആയിട്ട് കിടന്നത് ഇപ്പൊ അതാ ഫുൾ ആൻഡ് ഫുൾ ഗ്രീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ മൊത്തം സുഡാന്റെ ഗവൺമെന്റ് ഇപ്പം യുദ്ധം നടത്തി കൈക്കലാക്കിയിരിക്കുന്നു, തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. സുഡാന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് ഈ രീതിയിലാണ് പോകുന്നത്. ഇന്നലെയാണ് സുഡാൻ ഫോറിൻ മിനിസ്റ്റർ അലി യൂസഫ് തുർക്കി ഫോറിൻ മിനിസ്റ്റർ ഫിഡാനുമായിട്ട് സംസാരിച്ചത്. അപ്പൊ അവിടെ നടന്ന ചർച്ചയിൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു മീഡിയേഷൻ വേണം, അതായത് ഈ ഒരു RSF എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയുമായിട്ട് സുഡാൻ ഗവൺമെന്റിന് ഒരു മീഡിയേഷൻ ചെയ്യണം. അപ്പൊ UK ഒക്കെ ഇതിന് വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷെ UK അവർക്ക് വേണ്ട, ഞങ്ങൾക്ക് തുർക്കി മീഡിയേഷൻ ചെയ്താൽ മതി. അതായത് തയ്യബ് എർദോഗനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ സുഡാൻ ഫോറിൻ മിനിസ്റ്റർ തുർക്കിയിലെ തയ്യബ് എർദോഗനെയാണ് ഇതിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചത്. അപ്പം തുർക്കി വളരെ ഹാപ്പിയാണ്, തുർക്കി തീർച്ചയായിട്ടും മീഡിയേഷൻ ചെയ്യാമെന്നൊക്കെ ഏറ്റിട്ടുണ്ട്. അതൊരു സൈഡിൽ ഇരിക്കെ തന്നെ ഈ ഒരു ചർച്ച കഴിഞ്ഞ് മടങ്ങിയ പാടെ ഇതാ ഇന്ന് സുഡാനിൽ വീണ്ടും ആക്രമണം, കടുത്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 100 പേരിലധികം. ഈ 100 പേരിലധികം എന്ന് പറഞ്ഞാലും ഇതിന് സുഡാനികളോ അല്ലെങ്കിൽ ഈ റിബൽ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരോ എന്നുള്ളതിലുപരിയായിട്ട് ഈ 100 പേരും തന്നെ മെഡിക്കൽ പ്രവർത്തകരായിരുന്നു. അതായത് ഈ ഒരു യുദ്ധത്തിന് ഇടയിൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്ന മെഡിക്കൽ വിഭാഗത്തിൽപ്പെട്ട ചാരിറ്റി സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിട്ടുള്ള ആളുകളാണ് 100 പേരിലധികം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ മേളിൽ ആരാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ക്ലാരിറ്റി ഇല്ല. റിബൽസ് പറയുന്നത് റിബൽസ് പറയുന്നത് RSF പറയുന്നത് ഞങ്ങളല്ല, ഞങ്ങൾ ഇതിനാണ് ഇത് ചെയ്യുന്നത്, കാരണം ഞങ്ങളുടെ ആൾക്കാർക്കും അവർ ചികിത്സ തരുന്നുണ്ട്. അതേപോലെ സുഡാന്റെ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, കാരണം ഞങ്ങളുടെ നേതൃത്വത്തിലും ഞങ്ങളുടെ ഇൻവൈറ്റ് പ്രകാരമാണ് അവരോട് വന്ന് പണിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് കൂട്ടരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. ആരാണ് ഇപ്പൊ ഈ ഒരു കൃത്യം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ല. പക്ഷെ ഇതാണ് ഇപ്പം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് ഇപ്പം സുഡാനിൽ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊലപാതകങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കോങ്കോയിൽ ഒരു 50 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ കടുത്ത ആക്രമണത്തിൽ ഒരു 30-35 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അൽ അഹ്ലി ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ബോംബിംഗ് നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടുത്ത ആക്രമണം ഖാൻ യൂനിസ് ഭാഗത്തും ഏറ്റവും കൂടുതൽ ശക്തമായ ആക്രമണം നടന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഹൂത്തികളുടെ മേളിൽ അമേരിക്ക ഏതാണ്ട് കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് 15 ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് 15 ആക്രമണത്തിലും എത്രയാണ് മരണനിരക്ക് എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. അതിലുപരിയായിട്ട് ഒരു കാറിൽ കൃത്യമായിട്ട് ടാർഗറ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ കാറിൽ യാത്ര ചെയ്തത് ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർണായക ലീഡർ ആണെന്നാണ് പറയുന്നത്. പ്രിസൈസ് അറ്റാക്ക് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ഡ്രോൺ വെച്ചിട്ടാണ് അറ്റാക്ക് നടത്തിയതായിട്ട് അമേരിക്ക അവകാശപ്പെട്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് UK ആരും കളിക്കരുത്, കാരണം UK കളിച്ചു കഴിഞ്ഞാൽ UK ഭയങ്കരമായിട്ട് രാജ്യമാണ്, അവർ ഇറങ്ങി വന്ന് അടിച്ചങ്ങ് ചിന്നാഭിന്നമാക്കി കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് UK സബ്മറൈനില് ചില ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചില മിഷനറീസ് കൊണ്ട് സബ്മറൈനിന്റെ പുറം ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചിരുന്നതായിട്ടാണ് UK കണ്ടെത്തിയിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് റഷ്യയാണ് ഒരു സ്പൈയിങ് ഒബ്ജക്ട് കൊണ്ട് ഞങ്ങളുടെ സബ്മറൈനിന്റെ മേളിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സബ്മറൈനിന്റെ മേളിലൊക്കെ കൊണ്ട് ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ആ രീതിയിൽ സ്പൈ വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും റഷ്യ തന്നെയാണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് UK ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. അതിനെ ചൊല്ലി അവർ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇത് ആരാണ് ഒട്ടിച്ചത് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ബ്ലെയിം പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ അംബാസിഡർ, UK റഷ്യൻ അംബാസിഡറെയാണ് വിളിച്ചു വരുത്തി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ചിരിക്കുന്നത്. UK റഷ്യൻ അംബാസിഡറിന്റെ പേരിൽ തന്നെ ഇപ്പൊ ഈ ഒരു കുറ്റകൃത്യം ഒരു ചാർത്തി വെക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ട വിഷയം. ഒട്ടും അതിശയിക്കേണ്ടതില്ല, UK ആണ്. അവർ ചിലപ്പോൾ അത് ചെയ്താലും വേണ്ടില്ല, ആ രീതിയിലേ അവർ പെരുമാറുള്ളൂ. റഷ്യ-ഉക്രൈൻ നെഗോസിയേഷൻ കുറച്ചുകൂടെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്ക ഇടപെട്ട് മടുത്ത്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാല് റഷ്യയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റേൺ കൺട്രീസ് ഉക്രൈനിന് ആയുധം കൊടുക്കുന്നത്, ഇതേപോലെ ഫണ്ട് കൊടുക്കുന്നത്, ഈ സപ്ലൈ ഒക്കെ കട്ട് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ UK ഭാഗത്തു നിന്നായിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ഈ രാജ്യങ്ങളുടെ ഇടപെടലെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയൂ എന്നാണ് റഷ്യയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഉക്രൈൻ കേൾക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന 4 റീജിയൻസ്, ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു 4 റീജിയൻസ്, ഈ ഒരു റീജിയനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു യുദ്ധം കിടക്കുന്നത്. അതിലുപരിയായിട്ട് യൂറോപ്യൻ യൂണിയനിൽ കിടക്കുന്ന രാജ്യങ്ങൾ,
റഷ്യയുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതിലൊക്കെ വ്യക്തമായ തീരുമാനം വന്നാൽ മാത്രമേ ഈ യുദ്ധത്തിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ തുടരും. കാരണം യുദ്ധം ഒരു എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ പിടിച്ചു വെച്ചിരിക്കുന്ന സീസ് ചെയ്തിരുന്ന പൈസകൾ മൊത്തം തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഞങ്ങൾ ഉക്രൈന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൈവിരിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. ഉക്രൈന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും റഷ്യയുടെ കൺസെന്റ് വേണമല്ലോ. യുദ്ധം നടത്തി അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് യുദ്ധം നടത്തി നിങ്ങൾ ഫണ്ട് സീസ് ചെയ്ത് വെച്ചു, പക്ഷെ അതെടുത്ത് സ്പെൻഡ് ചെയ്യാൻ ആരാണ് പെർമിഷൻ തന്നത്? ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് യൂറോപ്പിനെ അലട്ടുന്ന വലിയ വലിയ വിഷയങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത്. ചൈനയുടെ മേളിലുള്ള താരിഫ് 135 കുറച്ചിട്ടുണ്ട് അമേരിക്ക. ഇതാണ് ഞാൻ പറയുന്നത്. മിനിറ്റിന് ഇങ്ങനെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 145% താരിഫ് അമേരിക്ക 135 ചുരുക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചൈന വഴങ്ങുന്ന മട്ടില്ല. ചൈന പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് എടുത്ത് മാറ്റൂ, അല്ലാതെ നമ്മൾ തമ്മിൽ യാതൊരു രീതിയിലുള്ള സംസാരത്തിനും ഒരു നെഗോസിയേഷനും താല്പര്യമില്ലെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. കട്ടയ്ക്ക് നിൽക്കുകയാണ് ചൈന. ചൈന എന്തുകൊണ്ടാണ് കട്ടയ്ക്ക് നിൽക്കുന്നത് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. ചൈന വളരെ നിർണായകമായിട്ടുള്ള പങ്ക് അമേരിക്കയുടെ ഇലക്ട്രോണിക് മാർക്കറ്റിൽ വഹിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടേണ്ട വിഷയമാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. സൗത്ത് കൊറിയയിലെ യോൺ എന്ന് പറഞ്ഞ അവിടെ ഇംപീച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പുറത്തായ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ പ്രസിഡന്റിന്റെ ജഡ്ജ്മെന്റ് വരുന്നത് ഇന്നാണ്. അപ്പൊ ഇന്ന് പുള്ളിയുടെ ജഡ്ജ്മെന്റ് വരും. ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുള്ളി ജയിലിൽ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഗ്ലോബലി സമഗ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങൾ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.